ഹലോ ഫ്രണ്ട്സ്, ചൂടെന്ന് പറഞ്ഞാൽ അതിഭീകരമായ ചൂടാണ് കേട്ടോ. വീടിന് ചുറ്റുമുള്ള ഭാഗമൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അവസ്ഥ കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചുറ്റും ഒന്ന് ഷൂട്ട് ചെയ്യാൻ നോക്കിയതാണ്. പക്ഷെ ഭയങ്കര ചൂടാണ്. ഈ ചൂട് കാരണമേ ഭയങ്കര ക്ഷീണവും ദേഹത്തിനും ഒക്കെ അസ്വസ്ഥതയും, ഒത്തിരി തണുത്ത വെള്ളം കുടിക്കും, പിന്നെ തൊണ്ടവേദനയും ചുമയും. അങ്ങനെ അത് കാരണം കുക്കിങ്ങും ഒന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. നോക്കിയാൽ ഞങ്ങളുടെ ആ പാവലും കോവലും ഒക്കെ മോളിൽ പാവങ്ങളല്ലേ, ഭയങ്കരമായിട്ട് ആ ചുട്ട് പഴുത്ത് കിടക്കുമോ അതൊക്കെ. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് കുക്കിംഗ് ഒന്നും സ്പെഷ്യലായിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് വീഡിയോ പിടിക്കാനോ ഉള്ള ഒരു മൂഡും ഇല്ല. പെട്ടെന്ന് എങ്ങനെയെങ്കിലും തീർത്തിട്ട് ചാടുക. അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ വീഡിയോസും ഇടാത്തത്. കണ്ടോ, ഞങ്ങളുടെ സിംഹം കണ്ടോ, അവന്മാർക്കും ഭയങ്കര ചൂടാണേ. സിംഹനെ ഇടയ്ക്കിടയ്ക്ക് പെരക്കകത്ത് കയറിയിട്ട് ഫാനിൻ്റെ കീഴേ കിടക്കണം. പിന്നെ ഇപ്പം മറ്റവൻ അങ്ങ് കുറയ്ക്കാൻ തുടങ്ങും. അവനെ കയറ്റിയാൽ അവൻ ഭയങ്കര മേടാണേ. അവൻ ചാടിത്തുള്ളി അവിടെ ഇവിടെ എല്ലാം എന്തെങ്കിലുമൊക്കെ വലിച്ചു പറിച്ചൊക്കെ എടുക്കും. ഇവൻ കുക്കു സിംഹം കുഴപ്പമില്ല, അവൻ ഏതെങ്കിലും ഫാനിൻ്റെ കീഴെ വന്ന് കിടന്നോളും. ഇവനാണ് പ്രശ്നക്കാരൻ. ഇവൻ പിന്നെ കുറയ്ക്കും അവനെ മാത്രമായിട്ട് കയറ്റിയാൽ. അതുകൊണ്ട് ഞാൻ രണ്ടുപേരും പുറത്ത് തന്നെ ഇങ്ങനെ കിടത്തിയേക്കുവാണേ. പക്ഷെ അവരുടെ കാര്യം കഷ്ടമാണ്. നേരത്തെ തന്നെ ചോറ് ഞാൻ വെച്ചു. ഞാൻ കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ഓട്ടയുള്ള പാത്രത്തിലേക്ക് നമ്മളത് ഊറ്റിയിട്ടേക്കുവാണേ. അങ്ങനെ ചോറ് ആദ്യമേ വെച്ചിട്ടുണ്ട്, ഉച്ചക്കത്തേക്കുള്ളതാണ്. പിന്നെ അതേ സാമ്പാർ വെച്ചിട്ടുണ്ട്. പിള്ളേർ സാമ്പാർ മാത്രം കഴിക്കും, അല്ലാതെ വെജിറ്റബിളൊന്നും കഴിക്കില്ല. അതുപോലെ എല്ലാ വെജിറ്റബിളും കൂടി ചേർത്തങ്ങ് സാമ്പാറാക്കി അതിലും കഷ്ണം പെറുക്കി മാറ്റും. എന്നാലും നമുക്ക് അപ്പോൾ അതിനകത്തുള്ള എല്ലാം ആ ഒരു വെജിറ്റബിൾ സൂപ്പ് എന്നുള്ള രീതിയിൽ സാമ്പാറിലുണ്ടല്ലോ. പിന്നെ അതാ നമ്മുടെ തന്നെ ആ കോവയ്ക്ക പറിച്ച് ചെറിയൊരു മെഴുക്കുവരട്ടി പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ പുട്ടും പയറുമായിരുന്നു. അപ്പോൾ ആ പയർ കറിയുണ്ട്. പയർ മൂത്തയാൾ കഴിക്കും. പിന്നെ അത് ആ മോരുണ്ട്, അത് ഇന്നലത്തെയാണ് മോര്. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ മോര് ഞാനിപ്പോൾ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അത് ചിലർക്കൊക്കെ ഇഷ്ടമാണ്. പിന്നെ അച്ചാർ ഇരിപ്പില്ല, അതിന് പകരമായിട്ട് ഇതിരിപ്പുണ്ട്. കാന്താരിയും ആ മാങ്ങയും ഉണ്ടായിരുന്നു. മാങ്ങ എല്ലാവരും പെറുക്കിയെടുത്തതാണ്. ബാക്കി കാന്താരിയാണ് കൂടുതൽ കിടക്കുന്നത്, ഉപ്പിലിട്ട് വെച്ചത്. അതിരിപ്പുണ്ട്. പിന്നെ നമ്മളിതാ ഒരു പപ്പടവും കൂടി പൊരിച്ചു. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ചോറുണ്ട്. പ്രത്യേകിച്ച് അതാ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റിയതായിട്ടൊന്നുമില്ല. കുട്ടികൾക്ക് സാമ്പാറും മോരും പപ്പടവും അത് മാത്രമേ അവർ കൂട്ടത്തുള്ളൂ. അത് സാമ്പാറിൻ്റെ ചാറ് മാത്രം മതി എന്ന് പറഞ്ഞു പ്രത്യേകമായിട്ട്. അങ്ങനെ അവർക്ക് എടുത്തു. പക്ഷെ എനിക്ക് എല്ലാം എടുത്തു കേട്ടോ. ഞാൻ പയറെടുത്തു, കാന്താരി എടുത്തു, മെഴുക്കുവരട്ടി എടുത്തു, പിന്നെ സാമ്പാറും മോരും പപ്പടവും അതും എടുത്തു. അങ്ങനെ ഞാനും കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഊണ് ഇങ്ങനെ കഴിഞ്ഞു. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ദിവസം. മീൻസ് ഉച്ചവരെയൊക്കെ ആയിട്ട്. പിന്നെ വൈകിട്ട് ഇനിയിപ്പോൾ സാമ്പാർ ഉള്ളതുകൊണ്ട് മിക്കവാറും ഗോതമ്പ് ദോശ വല്ലതും എടുത്തു കഴിഞ്ഞാൽ രാത്രിത്തെ ഫുഡ് അങ്ങനെയാവും. പിന്നെ വൈകിട്ട് എന്തെങ്കിലും ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും. അത്രയും. താങ്ക് യു.